സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഞാൻ യാത്രയായിരുന്നു. യാത്രയുടെ ഒരു വീഡിയോ ഞാൻ ഇടാം. ഇത് നമ്മുടെ ഇലസ്ട്രേഷൻ, യാത്രയുടെ സമയത്ത് ചെയ്ത ഒരു ഇലസ്ട്രേഷൻസ് ഒക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഒരു ഡേറ്റ്സ് കഥ എന്ന് പറഞ്ഞാൽ ഒരു ഇലസ്ട്രേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട്, ഉത്സവത്തിന് പോകുമ്പോഴാണ് ഡേറ്റ്സ് ഒക്കെ കിട്ടുകയെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ്, ഈ ഡേറ്റ്സ് ഒക്കെ എവ്രിവെയർ ഇറ്റ് ഈസ് അവൈലബിൾ. പക്ഷേ പണ്ടത്തെ കാലത്ത് അത് അവൈലബിൾ ആയിരുന്നില്ല. ഈ ഡേറ്റ്സും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലല്ലോ. പക്ഷേ ഉത്സവം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരുമ്പോഴാണ് ഈ ഡേറ്റ്സ് ഒക്കെ വരിക. അത് പൂരത്തിൻ്റെ സമയത്ത് പൂരത്തിൻ്റെ സ്റ്റോളിൽ ഈ ഡേറ്റ്സ് വരും. അപ്പോഴാണ് പോയി ഡേറ്റ്സ് കഴിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതൊരു കുറച്ച് ശരിക്കും വി ആർ ഓൾ താങ്ക്ഫുൾ. ആക്ച്വലി എവറിത്തിങ് ഈസ് അവൈലബിൾ നൗ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചാൽ തന്നെ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. നമ്മളപ്പോൾ അതൊരു അത്രയും താങ്ക്ഫുൾ ആവണില്ല എന്നാണ് കാര്യം. ശരിക്കും പറയാൻ വെച്ചാൽ അന്നത്തെ കാലത്തൊക്കെ ആ ഒരു സമയം വേണം കാത്തിരുന്ന് ആ ഡേറ്റ്സ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ലൊരു കാര്യമാണ്, ആൾക്കാരുടെ ഇടയിൽ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇലസ്ട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചത്. അതിൽ കുറച്ച് സ്റ്റോറി ഉണ്ട്, ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സീരീസ് ചെയ്യണം, നോസ് 2 തിങ്സ് ടു ഡ്രോ എന്നുള്ളത്. അത് കുറേ ആയിപ്പോൾ പോണു. അപ്പോൾ ഇത് വൺ ഓഫ് ദി നോസ് 2 തിങ് ആണ്. അതെനിക്കല്ലാന്ന് മാത്രം, അമ്മയ്ക്കാന്ന് മാത്രം. അപ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ ഇലസ്ട്രേഷൻ ചെയ്യാൻ ഞാൻ അതിൻ്റെ കളറൊക്കെ എടുത്ത് ഞാൻ അതിന് ഒരു ഡേറ്റ്സ് കഥ എന്ന് പറഞ്ഞിട്ട് എഴുതി. കളേഴ്സ് ഞാൻ മിക്കവാറും ബ്രൗണും പിങ്കും ഒക്കെ, ഡാർക്ക് പിങ്കൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തേക്കണത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ വന്നത്. അപ്പോൾ കളേഴ്സ് എളുപ്പമാണ് ചെയ്യാൻ. ശരിക്കും പറയാൻ വെച്ചാൽ നമ്മളതിനെ ഒപ്പിയെടുക്കുകയാണല്ലോ. സോ വി ആർ നോട്ട് റിയലിസ്റ്റിക് ആവുകയും വേണം, നല്ല രീതിയിലാവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഫ്രൂട്ടാണ് ഗ്രീൻ ഗ്രേപ്പ്. ഈ ഗ്രീൻ ഗ്രേപ്പ് അതെ അമ്മ പറയാറുണ്ട്, ഗൾഫിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഗ്രീൻ ഗ്രേപ്പ് കഴിച്ചതെന്ന്. ഇവിടെ ഒന്നും അത് അവൈലബിൾ ആയിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എഗെയിൻ എ നൊസ്റ്റാൾജിയ തിങ്, റൈറ്റ്? അപ്പോൾ അതും വരയ്ക്കാം എന്ന് വിചാരിച്ചു. ഒരു പ്ലേറ്റിൽ ഒരു ഗ്രീൻ ഗ്രേപ്സ് ആണത്. ആദ്യം ഞാൻ അതിൻ്റെ കളർ ലൈറ്റ് പച്ച വെച്ചിട്ട് ഷെയ്ഡ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാർക്ക് ഷെയ്ഡ് ഇട്ടു. പിന്നെ വൈറ്റ് സ്പോട്ട്സ് പോലെ, അതിങ്ങനെ റിഫ്ലക്ഷൻ ആണല്ലോ, അപ്പോൾ അത് ഇട്ടു. അതിങ്ങനെ ഒരു മുകളിലും താഴെയായിട്ട് ഒരു ഷെയ്ഡൊക്കെ വരുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കണത്. അപ്പോൾ ഇങ്ങനെ ചില മുന്തിരികൾ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുകയാണ്, ചിലത് താഴെയാണ്. അപ്പോൾ ആ താഴെ ഫുള്ളത് കാണാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ. എന്നിട്ട് അതിന് പേരും ഇട്ടു ഗൾഫ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് അതിന് ഇലസ്ട്രേഷന് പേരിട്ടു. അപ്പോൾ ഈ 2 ഇലസ്ട്രേഷനാണ് ഇതിലെ വ്ളോഗിൽ കാണിക്കാം എന്ന് വിചാരിച്ചത്. സോ താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി നെസ്റ്റ് വീഡിയോ.